ഏതൊരു കാര്യവും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്റെ കാപഢ്യവും കള്ളത്തരവും ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പ്രതിച്ഛായയ്ക്കും മങ്ങലേറ്റു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വിവിധ ആരോപണങ്ങൾ മാത്രമല്ല തന്റെ നിസ്സഹായതയും നിരപരാധിത്വവും തെളിയിക്കുന്നതിന് വേണ്ടി ഇരയെ പിടിച്ചു വേട്ടക്കാരാക്കുന്ന ഒരു പതിവ് രീതി ഇവിടെ നമ്മുടെ ഷിയാസും അവലംബിക്കുന്നുണ്ട്. ഇവരെ ലോഡ്ജുകളായി കൊണ്ടു നടക്കുമ്പോൾ കോഴിക്കോട് വിവിധ സ്ഥലങ്ങളിൽ ഹോട്ടൽ മുറികളിൽ കൊണ്ടു നടന്ന് നിനക്ക് ഞാൻ വായിലടിച്ചു തരാം നീ കുടിച്ചോ എന്ന് പറയുന്ന വോയിസ് അടക്കം നമ്മൾ കേട്ടതാണ്. ആ സമയത്തൊന്നും ഇവരുടെ 67 വയസ്സ് പ്രായം ഇവന് പ്രശ്നമായിരുന്നില്ല. ഇവര് ഉമ്മയുടെ പ്രായമുണ്ട് എന്ന് അന്നവന് തോന്നിയിരുന്നില്ല. ഇവന്റെ സുഹൃത്തായിട്ടുള്ള ഇവന്റെ കള്ളവെടിക്കാരി എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഇവന്റെ ഉമ്മയും പെങ്ങളുമൊക്കെ പണം കൊടുക്കുന്നു, സ്വർണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ വോയിസ് വെച്ച് നോക്കുമ്പോൾ ആ സ്ത്രീ ഒരു ധന്യയാണ്. അവര് നല്ല ഒരു വെൽത്തി ലേഡിയാണ്. അവർക്ക് പൈസയുടെ ആവശ്യമില്ല. ഇനി ഇവന്റെ ഉമ്മയുടെയും പെങ്ങളുടെയും കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ ഇവൻ എന്തിനാണ് മറ്റൊരു സ്ത്രീയെ കൊണ്ടു നടന്ന് വായിൽ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം തെണ്ടേണ്ട കാര്യം എന്താ ഉണ്ടോ? അപ്പൊ ഇതൊക്കെ പബ്ലിക്കിൽ വന്ന് മീഡിയയിൽ പറയുമ്പോൾ ലോജിക്കുള്ള കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. നിങ്ങളെ പോലെ തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്തവരാണ് ഈ ശ്രോതാക്കളെല്ലാം എന്ന് ധരിക്കരുത്. അല്ല, ഇവൻ ബീഫിന്റെ വിവാദവും പന്നിമാംസത്തിന്റെ കാര്യവും കിതാബിന്റെ കാര്യവും ഒക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വിഷയം എടുത്ത് നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത്. അതായത് കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും കാക്ക ചെയ്യില്ല. ഒരിക്കൽ പറയും, ഞാനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, 5 നേരം നമസ്കരിക്കുന്ന, കിതാബ് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് പറയും, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു മതവിശ്വാസമൊന്നുമില്ല, ഞാൻ എല്ലാ മതത്തെയും വിശ്വസിക്കുന്നു, എല്ലാത്തിനെയും അംഗീകരിക്കുന്നു എന്നും പറയും. അപ്പോ ഇതിലെ ഇരട്ടത്താപ്പാണ് നമ്മൾ ഇവിടെ പൊളിക്കുന്നത്. കാക്ക ലോഡ്ജുകൾ മൊത്തവും കൊണ്ടു നടന്ന് ഈ പെണ്ണിനോട് 5 ലക്ഷവും 10 ലക്ഷവും 25 ലക്ഷവും ചോദിക്കുന്നതും വാങ്ങിച്ചതുമായിട്ടുള്ള ഗൂഗിൾ പേ രേഖകൾ, ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇവരാൽ പറ്റിക്കപ്പെട്ട സ്ത്രീ തന്നെ എടുത്ത് പുറത്തിടുമ്പോൾ വീണ്ടും അതില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എത്രമാത്രം ബാലിശമാണ് എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീയാണ് എന്നിവൻ പറയുന്നത് എപ്പോഴാ? നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം ഞാൻ നിന്റെ വായിൽ അടിച്ചു തരാം, കുടിച്ചോ. ഇതാണോടാ നീ നിന്റെ ഉമ്മയോ അതല്ലെങ്കിൽ ഉമ്മയ്ക്ക് തുല്യമുള്ള ആളുകളോടോ നീ ഈ രൂപത്തിലാണോ ബിഹേവ് ചെയ്യുന്നത്? ആണോ? എനിക്ക് മൂത്തുമ്മ ഇല്ല, എൻ്റെ ഉമ്മച്ചിയാണ് മൂത്ത ആള്. എനിക്ക് കുഞ്ഞുമ്മമാരുണ്ട് 2 പേര്. അവരോടൊക്കെ ഞങ്ങൾ ഉമ്മയ്ക്ക് തുല്യമുള്ള റെസ്പെക്റ്റ് തന്നെയാണ് കൊടുക്കുക. ചില സമയം മാത്രമേ ഞങ്ങൾ കൊച്ചുമ്മ എന്ന് വിളിക്കാറുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കുന്നത് ഉമ്മ എന്ന് തന്നെയാണ്. അവരുടെ ആവശ്യങ്ങള്, അവരുടെ വേദനകള്, വിഷമങ്ങള്, പ്രയാസങ്ങള്, പ്രതിസന്ധികള് ഒക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മച്ചിയോട് എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉമ്മമാരുടെ തുല്യരായിട്ടുള്ള ആളുകളെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എനിക്കിപ്പോ എൻ്റെ കാര്യം മാത്രമല്ലേ എനിക്കറിയത്തുള്ളൂ. എൻ്റെ ഇക്കാടുമ്മ എൻ്റെ ഉമ്മയെ പോലെ തന്നെയാണ്. അവരുടെ ആഗ്രഹങ്ങള്, അവരുടെ സ്വപ്നങ്ങള്, ഇഷ്ടാനിഷ്ടങ്ങള് ഒക്കെ എൻ്റെ ഉമ്മയ്ക്ക് എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഇക്കാടുമ്മയ്ക്കും ചെയ്യാറുള്ളത്. ഉമ്മ എന്നെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇക്കാടുമ്മ അവരുടെ മക്കളെ വിളിക്കുന്നത്, 2 പെൺമക്കളുണ്ട്, അവരെ വിളിക്കുന്നത് എടിയെ എന്നാണ്, എന്നെ വിളിക്കുന്നത് മോളെ എന്നാണ്. അതുപോലെ ഒരു സ്നേഹം ഞാൻ തിരിച്ചും കൊടുക്കാറുണ്ട്. ആ ഉമ്മയെ ഞങ്ങളാരും എടി എന്ന് വിളിക്കാറില്ല. ഇങ്ങനെ അനാവശ്യങ്ങൾ പറയാറുമില്ല. ഞാൻ പെണ്ണ് കെട്ടിയാലും നിനക്ക് റെസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ എന്ന് ഉമ്മയുടെ പ്രായമുള്ള, ഉമ്മയ്ക്ക് തുല്യമായിട്ടുള്ള ബഹുമാനവും സ്നേഹവും പരിഗണനയും ശ്രദ്ധയും കൊടുക്കുന്ന ഒരു മകൻ പറയാറില്ല. അതുകൊണ്ട് ഇവൻ മീഡിയയിൽ വന്നിട്ട് ഇവന്റെ വെട്ടുകിളി ഫാൻസിന് വേണ്ടിയിട്ട് ഇവൻ പല രൂപത്തിലും തിരിഞ്ഞും മറിഞ്ഞും കടന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ മോനെ ഒരു വട്ടപൂജ്യം മാത്രമാണ്. ഭാര്യ ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് വരും, എനിക്ക് നിങ്ങൾ 2 പേരും വേണമെന്ന് പറയുമ്പോൾ
എന്നിട്ടും ഇത് കേട്ടിട്ടും ഇവന്റെ കള്ളവെടിയെ ന്യായീകരിച്ച് നമ്മളെ തെറി പറഞ്ഞു വരുന്ന വെട്ടിക്കിളി ഫാൻസ് ഉണ്ടല്ലോ, അതും ഇവനെ പോലെ തന്നെയുള്ള മനോഭാവക്കാരാണ്. അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, ഇവന് യഥേഷ്ടം അവസരങ്ങൾ കിട്ടുന്നു. ഈ രണ്ടേ ഉള്ളു വ്യത്യാസം. ഇവൻ പറയണമെന്ന് കേട്ടു നോക്കിക്കേ. പറ. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയെടുക്കും. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിയിലെ പരിപാടിക്കും എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അവരെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ല, എനിക്ക് എഫ്ഐആർ ആയിട്ട് പറയില്ല. പക്ഷെ ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങടെ നിന്നും വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ. അല്ലടാ, നിന്റെ ഉമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ കയ്യിൽ ഇത്രയും പണവും സ്വർണവും സമ്പാദ്യവും ഒക്കെ ഉണ്ടെങ്കിൽ നീ എന്തിനാടാ കള്ളവെടിക്ക് പോയിട്ട് ആ പെണ്ണിനോട് പണം വാങ്ങിയത്? അതൊരു വ്യഭിചാരമല്ലേ? വിവാഹേതര ബന്ധങ്ങൾക്ക് എന്ത് പേരാ നിങ്ങൾ പറയുക? ലോഡ്ജിൽ കൊണ്ടുപോയത് സുന്നത്ത് നമസ്കരിച്ചിട്ടിരുന്ന ഖുർആൻ ഓതാനും പ്രാർത്ഥിക്കാനും ഒന്നും അല്ലല്ലോ, ആണോ? കോഴിക്കോട് ലോഡ്ജുകളിൽ നീ ഈ സ്ത്രീയെ, നിന്റെ ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ കൊണ്ടു നടന്ന് ലോഡ്ജുകളിൽ മുറിയെടുത്തത് ആ മുറിക്കകത്ത് പോയിരുന്നു സുബ്ഹാനല്ലാഹ് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. ഉവ്വോ, അവര് തന്നെ പറയുന്നു ലൈംഗികമായിട്ട് അവരെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന്. എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളോട് യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്നാലും ഇവന്റെ ഉമ്മയെയും പിന്നെ ഭാര്യയെയും പെങ്ങളെയും കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയ. ഇവന്റെ സുഹൃത്തിന് ഇവൻ അറിയാതെ അവര് പണവും സ്വർണവും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ ഇവന് കൊടുത്തത് 10-65 ലക്ഷം രൂപയാ. ഇതിനകത്ത് എന്തെങ്കിലും ഒരു പരസ്പരം യോജിക്കുന്ന സംഗതികളുണ്ടോ? ഇവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവന്റെ ഉമ്മയും പെങ്ങളും ഭാര്യയും എത്ര അടുത്താണ്? അവരോട് ചോദിക്കേണ്ടതിന് പകരം ഇവന്റെ സുഹൃത്തായിട്ടുള്ള കള്ളവെടിക്കാരിക്ക്, അതായത് വ്യഭിചാരിക്ക്, ഇവൻ വ്യഭിചാരമാണല്ലോ ചെയ്തത്. ആ സ്ത്രീയെ ഞാൻ മോശക്കാരിയാക്കുന്നതല്ല കേട്ടോ. ഇവന്റെ വിവാഹേതര ബന്ധമായതുകൊണ്ടാണ് കള്ളവെടി എന്നുള്ള പദം പ്രയോഗിച്ചത്. ആ സ്ത്രീക്ക് വിഷമം ഉണ്ടായെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സ്ത്രീക്ക് ഇവന്റെ പിന്നെ ലൈംഗിക ബന്ധത്തിലിരിക്കുന്ന സുഹൃത്തിന് ഇവന്റെ ഉമ്മയും പെങ്ങളും ഭാര്യയും സ്വർണവും പണവും കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വിരോധാഭാസമല്ലേ? പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ കുറച്ച് പൈസ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പ് ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോ ഇവർ എന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പൊ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണ്. ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. അതെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവനവന്റെ പ്രശ്നങ്ങളോടടുക്കുമ്പോൾ അവർ ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇനിയും ഈ വീഡിയോയ്ക്കകത്ത് വന്ന ചില കമന്റുകളിലുണ്ട് ആളുകൾ ഇവനെ സംബന്ധിച്ച് പറയുന്ന അഭിപ്രായം. ഒരു 100 കമന്റ് ഉണ്ട്. ഞാൻ എല്ലാം കാണിക്കുന്നില്ല, കുറച്ച് കാണിക്കാം. നിന്റെ വോയിസ് കേരളത്തിലുള്ള എല്ലാവരും കേട്ടതാണ്. കൂടുതൽ മെഴുകണ്ട. 60 വയസ്സുള്ള ഉമ്മാന്റെ പ്രായമുള്ള സ്ത്രീയെയാണോ നീ എടീന്നാ വിളിച്ചത് കേട്ടോ? ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ എടീന്നൊക്കെ വിളിക്കുന്നത് കേട്ടതാണ്. ശരി, വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തോന്നുന്നു 60 വയസ്സ് എന്ന് പറഞ്ഞത്. ഈ സ്ത്രീക്ക് 45 വയസ്സ് പ്രായം എന്ന് നമ്മുടെ മറുനാടനിലെ പീയൂഷ് തെളിവടക്കം എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. നിന്റെ വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ അങ്ങനെ തോന്നുന്നില്ലല്ലോ.
60 വയസ്സ്, അതുകൊണ്ടാണോ മരണം വരെ സ്വകാര്യമായിരിക്കണമെന്ന് പറയുന്നത് കണ്ടാൽ അറിയാം കള്ളമാണെന്ന്. വോയിസ് കേട്ടു കരീമേ. ഊംഫിയല്ലേ? ഉമ്മാന്റെ പ്രായമുള്ളവരെ ഇങ്ങനെ അപ്പോ ബാക്കിയുള്ളവരെ പറയണ്ടല്ലോ. ഹലാലിൽ എന്തും പോകും. വല്ല പണിയെടുത്ത് ജീവിക്കടാന്ന്. മാനവരിൽ മനോഹരന്റെ ആളല്ലേ, അപ്പോൾ പിന്നെ കിതാബിൽ ഇതൊക്കെ അനുവദിച്ച് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നുണയൻ. നിന്റെ ഡയലോഗുകൾ പിന്നെ എവിടെന്ന് വന്നതാണ്? സ്നേഹമുണ്ടെങ്കിൽ ഫോട്ടോ ഇടണ്ട, വായിൽ ഞാൻ തരാം, കുടിച്ചോ ഇൻഷാ അല്ലാ. അവര് സ്വർണം ചോദിക്കുമ്പോൾ കൊടുക്കാൻ നിന്റെ ഉമ്മയ്ക്കും മറ്റുള്ളവർക്കും ബോധമില്ലായിരുന്നു. ചോദിക്കണ എല്ലാവർക്കും കൊടുക്കണ ആളാണോ നിങ്ങൾ? 60 വയസ്സുള്ള സ്ത്രീയെ നിന്നെ ഇക്കൂന്ന് വിളിക്കോ? അതൊരു ചോദ്യമാണ്. സ്വർണക്കഥ ഒന്നും ആ ഓഡിയോ ക്ലിപ്പിൽ ഇല്ല. നീ അവരോട് ജിമ്മിന്റെ ആവശ്യത്തിന് ക്യാഷ് ചോദിക്കുന്നുണ്ട്. എന്നാൽ സ്വർണം അവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും അതിനെപ്പറ്റി ചോദിക്കില്ലേ? അയ്യോ പാവം. ധൈര്യമുണ്ടോ സ്പെക്സു മാറ്റി ഈ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാൻ? വാട്ട് ആർ യു സേയിങ്? പ്ലീസ് ഡു നോട്ട് ഇൻസൾട്ട് ദാറ്റ് ലേഡി ആഫ്റ്റർ യൂസിങ് ഹെർ ആൻഡ് ടോക്കിങ്. 65 ലക്ഷം കണ്ടോ? 65 ലക്ഷവും വാങ്ങിയിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാൻ ഇറങ്ങിയതാ. ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ നിർത്താം എന്ന് പറഞ്ഞത് കേട്ടതാണല്ലോ ഷിയാസെ. 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെ നീ എന്നല്ല സുഹൃത്തെ എടീന്നാ വിളിച്ചത്. അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ നാണമില്ലേ? ഫുൾ വോയിസ് കേട്ടപ്പോൾ അറപ്പ് തോന്നുന്നു. നിങ്ങൾ പീഡിപ്പിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കാൻ സാധിച്ചു. ഷിയാസ് കരീം, തേപ്പുകാരൻ ജിമ്മിന്റെ കൂടെ ഒരു തേപ്പുകട കൂടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. സത്യമാണോ? ഇച്ചിരി ഉളുപ്പുണ്ടോ? 60 വയസ്സുള്ളവരെ പോലും വെറുതെ വിടില്ല അല്ലേ? നീ വായിലടിച്ചു കൊടുത്തല്ലോ കോയാക്കുട്ട. എല്ലാം ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. 60 വയസ്സ് 6 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ച് 9-ാം വയസ്സിൽ പൂജിച്ച അനുയായി. ഇതൊക്കെ ഇവന്മാര് പറയിപ്പിക്കുന്നതാണ് കേട്ടോ. താമര ചെളിയിൽ വിരിയുമെന്നാ പറഞ്ഞത്. നബിചര്യ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പാവം ദീനി യുവാവാണ് ഷിയാസ് കരീം. ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ BJP എതിർത്തതിന്റെ പേരിൽ ഷിയാസിക്ക് എല്ലാവരും വേട്ടയായിരുന്നു. അപ്പോ ഷിയാസിക്ക ഈ പറഞ്ഞ വോയിസ് ഒന്നും കാക്കാമാര് കേട്ടില്ലായിരുന്നോ? ഈ കേൾക്കുന്ന ആളുകളൊക്കെ തലയ്ക്കകത്ത് ആളുതാമസമുള്ളവരാണ്. ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ലോജിക്ക് വേണം, എന്നാലല്ലേ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ. നന്ദി.